സുധ ടീച്ചറെ ഗുരുധ്യാനം ചൊല്ലി കണ്ടിന്യൂ ചെയ്തോളൂ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ. ആപത്തിൽ എന്തു ചെയ്യണം? അമ്മയുടെ ദേവിയുടെ പാതാരവിന്ദങ്ങളെ അഭയം പ്രാപിക്കണം. ആദിപരാശക്തിയായ ദേവിയെ, മഹാകാളിയെ സ്തുതിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ രചിച്ച സ്തോത്രകൃതിയാണ് കാളി നാടകം. ഈ കൃതിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് കഴിഞ്ഞു. ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ സീനിയർ പഠിതാവും പ്രഭാഷകനും ശ്രീനാരായണ ധർമ്മ പ്രചാരകനുമൊക്കെയായ ശ്രീ വിനു പുതുപ്പള്ളി അവറുകളാണ്. സാറിന് സ്നേഹാദരങ്ങളോടെ ഈ ക്ലാസ് എടുക്കുന്നതിന് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്തേ സാർ. എല്ലാവർക്കും നമസ്തേ. നമുക്ക് കളിനാടകം എന്ന ഈ ജ്ഞാനാമൃതത്തിന്റെ കഴിഞ്ഞ ദിവസം എടുത്ത ആ ജ്ഞാനാമൃതത്തിന്റെ അർത്ഥം ആണ് നമുക്ക് ഇന്ന് പറഞ്ഞു തരുവാനായി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ജ്ഞാനാമൃതത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ ഈ പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ചെയർമാനായിരിക്കുന്ന നമ്മുടെ വി പ്രസാദ് കുമാർ സാർ അവരുകളെ, അതുപോലെ ഈ ക്ലാസ്, ഈ ഗുരുവാര പാഠശാല ക്ലാസ്സിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഭാരവാഹികളായിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ഇന്ന് ഈ ക്ലാസ്സിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുനാമത്തിലുള്ള എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആരംഭിക്കാം. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. സജ്ജനങ്ങളെ, നമുക്ക് കളിനാടകം എന്ന ജ്ഞാനാമൃതത്തിന്റെ ഒരു മുഖവുര ആണ് ഞാൻ ആദ്യം പറയുന്നത്. അതൊന്ന് ആദ്യമായി എഴുതിയെടുക്കുക. എല്ലാവരും ബുക്കും പേനയും കയ്യിൽ കരുതണം. കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ ആവർത്തിച്ചു അർത്ഥം എഴുതാൻ പറ്റിയില്ല എന്നൊരു സൂചന തന്നതുകൊണ്ടാണ് ആദ്യമായിട്ട് അത് പറഞ്ഞു പോകുന്നത്. അത് പറഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ബുക്കും അതുപോലെ പേനയും കയ്യിലെടുക്കുക. ആദ്യമായി ഞാൻ കാളിനാടകം എന്ന് എഴുതിയതിന് ശേഷം അതിൻ്റെ നാരായണ ഗുരു താഴെ മുഖവുര എന്ന് എഴുതുക. അത് ഞാൻ പറയാം. എല്ലാവരും എടുത്തു കാണുമെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആരെങ്കിലും ഒരാള്? ഓക്കെ സാർ. താങ്ക് യു. ഓക്കെ. ഭാരതത്തിലെ സ്തോത്ര സാഹിത്യത്തിൽ സമശീർഷമായ മറ്റൊന്ന് ഭാരതത്തിലെ സ്തോത്ര സാഹിത്യത്തിൽ സമശീർഷമായ മറ്റൊന്ന് കണ്ടെത്താനാവാതെ ശോഭിക്കുന്ന ഒരു ജ്ഞാനാമൃതമാണ്
നാരായണ ഗുരുവിന്റെ കാളി നാടകം. നാരായണ ഗുരുവിന്റെ കാളി നാടകം. പരമമായ പൊരുളിനെ ദേവിയായി ഭാവന ചെയ്തുകൊണ്ട് ആ ദേവി നൃത്തം ചെയ്യുന്നതിലെ ഭാവപ്രകാശമായിട്ട് ഈ വിശ്വത്തെയും നമ്മളെയും നമ്മുടെ കുറച്ചുകൂടെ സാവകാശത്തിൽ പറയണം. ഓക്കെ പറഞ്ഞു. അറിയാം, നിങ്ങൾക്ക് വിട്ടുപോയ വിഷയം പറഞ്ഞാൽ ഞാനത് ആവർത്തിച്ചോളാം. അപ്പോ പരമമായ പൊരുളിനെ ദേവിയായി ഭാവന ചെയ്തുകൊണ്ട് ആ ദേവി നൃത്തം ചെയ്യുന്നതിലെ ഭാവപ്രകാശമായിട്ട് ഈ വിശ്വത്തെയും വിശ്വം എന്ന് വെച്ചാൽ ലോകം എന്നുള്ള അർത്ഥത്തിലുള്ള ഈ വിശ്വത്തെയും നമ്മളെയും നമ്മുടെ സുഖദുഃഖാദി അനുഭവങ്ങളെയും കാണുന്നതാണ് ഇതിലെ ദർശനത്തിന്റെ സ്വഭാവം. സുഖദുഃഖാദി അനുഭവങ്ങളെയും കാണുന്നതാണ് ഇതിലെ ദർശനത്തിന്റെ സ്വഭാവം. നടിയുടെ മുഖത്ത് ഭാവങ്ങൾ ഇടതടവില്ലാതെ മാറി വന്നുകൊണ്ടിരിക്കും. നടിയുടെ മുഖത്ത് ഭാവങ്ങൾ ഇടതടവില്ലാതെ മാറി വന്നുകൊണ്ടിരിക്കും. നടിയുടെ മുഖത്ത് ഭാവങ്ങൾ ഇടതടവില്ലാതെ മാറി വന്നുകൊണ്ടിരിക്കും. പ്രപഞ്ചത്തിന്റെ സ്വഭാവവും അതുതന്നെ. അവിരാമമായ ഭാവപ്രവാഹത്തെ താളാത്മകമായ പദപ്രവാഹമായി ഈ ജ്ഞാനാമൃതത്തിൽ ദ്യോതിപ്പിച്ചിരിക്കുന്നു. നാടകത്തിൽ, അതിനുശേഷം നാടകത്തിൽ അഥവാ നൃത്തത്തിൽ ശൃംഗാരം, കരുണം, വീരം. അത് കോമായിട്ട് എഴുതണം. ശൃംഗാരം കോമ,
കരുണം കോമ വീരം കോമ രൗദ്രം. വീരം കഴിഞ്ഞ് രൗദ്രം. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം. അതിനുശേഷം കോമ ഹാസ്യം. ഹാസ്യം ഹാസ്യം കഴിഞ്ഞ് ഭയാനകം. ഭയാനകം. ബീവത്സം. ബീഭത്സം. ബീഭത്സം. ബീഭത്സം കോമ അത്ഭുതം. അത്ഭുതം. ബീവത്സം, അത്ഭുതം, ശാന്തം. അവസാനത്തത് ശാന്തം. ഇത് ബ്രാക്കറ്റിൽ നവരസങ്ങൾ എഴുതാം. ബ്രാക്കറ്റിൽ നവരസങ്ങൾ. ഉണ്ടാകാം. ഭാവാഭിനയങ്ങൾ ഉണ്ടാകാം. ദേവിയുടെ പ്രപഞ്ച നാടകത്തിലും ഈ നവരസങ്ങളും ദ്യോതിപ്പിക്കുന്ന ഭാവാഭിനയങ്ങൾ ദേവിയുടെ പ്രപഞ്ച നാടകത്തിലും ഈ നവരസങ്ങളും ദ്യോതിപ്പിക്കുന്ന ഭാവാഭിനയങ്ങൾ മിന്നിമറയുന്നത് ഇതിലെ വരികൾക്കിടയിലൂടെ കണ്ടെത്താം. ഇതിലെ വരികൾക്കിടയിലൂടെ കണ്ടെത്താം. അടുത്ത ഒരു ഖണിയായിട്ട് വരുന്ന പ്രപഞ്ച നാടകത്തിന്റെ സംക്ഷിപ്ത രൂപം ദേവി നടിച്ചു കാണിക്കുന്നതായി അവതരിപ്പിച്ച് ദേവിയുടെ കേശാദിപാദ വർണ്ണനയാണ് ഗുരു ചെയ്യുന്നത്. കേശാദിപാദ വർണ്ണനയാണ് ഗുരു ചെയ്യുന്നത്. സാറേ, ആ പാരഗ്രാഫ് ഒന്ന് പറയാമോ? പറയാം. പ്രപഞ്ച നാടകത്തിന്റെ സംക്ഷിപ്ത രൂപം ദേവി നടിച്ചു കാണിക്കുന്നതായി അവതരിപ്പിച്ചിട്ട് ദേവിയുടെ കേശാദിപാദ വർണ്ണനയാണ് ഗുരു ചെയ്യുന്നത്. നടനത്തിലെ ഓരോ ഭാവവും മറ്റൊന്നിലേക്ക് സ്വാഭാവികമായി കടന്നു ചെല്ലുകയാണ്. സ്വാഭാവികമായി കടന്ന് ചെല്ലുകയാണല്ലോ ചെയ്യുന്നത്. നടനത്തിലെ ഓരോ ഭാവവും മറ്റൊന്നിലേക്ക് സ്വാഭാവികമായി കടന്നു ചെല്ലുകയാണല്ലോ ചെയ്യുന്നത്. അതുപോലെ ഓരോ അവയവ വർണ്ണനയും അടുത്തതിലേക്ക് ഒഴുകി ഇറങ്ങിച്ചെല്ലുന്ന ഒരു രചനയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്.
എഴുതിയോ? ദേവിയുടെ നടനത്തിന്റെ സമഗ്ര രൂപത്തിൽ സ്വയം നിറഞ്ഞു നിന്നതുകൊണ്ട് അത്തരമൊരു അനുഭൂതിയുടെ നിറവ് നമ്മിൽ ഉണ്ടാകുകയാണെങ്കിൽ അതായിരിക്കും ഇതിന്റെ സമഗ്രമായ വ്യാഖ്യാനം. അതായിരിക്കും ഇതിന്റെ സമഗ്രമായ വ്യാഖ്യാനം. അതായത് ഒന്നുകൂടെ പറയാം, ദേവിയുടെ നടനത്തിന്റെ സമഗ്ര രൂപത്തിൽ സ്വയം നിറഞ്ഞു നിന്നതുകൊണ്ടാണ് അത്തരമൊരു അനുഭൂതിയുടെ നിറവ് നമ്മിൽ ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും ഇതിന്റെ സമഗ്രമായ വ്യാഖ്യാനം. അതാണ് അതിന്റെ മുഖവുര എന്ന് പറയുന്നത്. അവിടെ നിർത്താം. മുഖവുര ഇത് പല വ്യാഖ്യാനങ്ങൾ പുസ്തകങ്ങളിലും പല രീതിയിലൊക്കെ ആകാം. ചിലപ്പം കുറച്ചുകൂടെ കടന്നെടുക്കുന്നുണ്ട്, ചിലപ്പം ഇതിലധികമായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. എന്തോ സമഗ്രമായ വ്യാഖ്യാനം. ഇതിന്റെ സമഗ്രമായ വ്യാഖ്യാനം എന്ന് പറഞ്ഞാല് അത് ആ അനുഭൂതി നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് അതിന്റെ സമഗ്രമായ വ്യാഖ്യാനത്തെ നമുക്ക് ശരിയായ വിധത്തിൽ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത് ശരിയായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്ന ആ അനുഭൂതിയുടെ നിറവിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതാണ് ഇതിന്റെ സമഗ്രമായ വ്യാഖ്യാനം. അവിടെ മുഖവുര എന്നുള്ളത് ക്ലോസ് ചെയ്യുക. തുടർന്ന് നമ്മൾ ഈ ജ്ഞാനാമൃതത്തിലേക്ക് കടക്കുന്നു. നമോ നാദ ബിന്ദുവാത്മികേ നാശഹീനേ നമോ നാരദാദിദ്യ ബാധാരവിന്ദേ നമോ നാൻ മറയ്ക്കും മണിപ്പും വിളക്കേ നമോ നാൻമുഖാദി പ്രിയാംബ നമസ്തേ. ആ 4 ലൈൻ്റെ പദാർത്ഥം, അതായത് കൂട്ടർത്ഥമാണ് നാം പറയുന്നത്, ഓരോ അർത്ഥവും അല്ല. എന്നാൽ ആ ഓരോ അർത്ഥവും നമുക്ക് അതിൽ നിന്ന് കൃത്യമായിട്ട് കിട്ടുന്ന തരത്തിലാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ട് അതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പദാർത്ഥങ്ങൾ എടുത്തെഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് ഞാൻ ഒരു ഖണ്ഡികയായി പറയുന്നത് ഒന്നിച്ചെഴുതിയെടുത്താൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പറഞ്ഞോട്ടെ. ഓക്കെ സാർ. നാദവും ബിന്ദുവും ഒന്നായിരിക്കുന്ന ബ്രാക്കറ്റിൽ പരമേശ്വരനും പാർവതിയും അർദ്ധനാരീശ്വരനായി വർത്തിക്കുന്ന, നാദവും ബിന്ദുവും ഒന്നായിരിക്കുന്ന ബ്രാക്കറ്റിൽ പരമേശ്വരനും പാർവതിയും അർദ്ധനാരീശ്വരനായി വർത്തിക്കുന്ന അമ്മേ. നാദവും ബിന്ദുവും ഒന്നായിരിക്കുന്ന ബ്രാക്കറ്റിൽ പരമേശ്വരനും പാർവതിയും അർദ്ധനാരീശ്വരനായി വർത്തിക്കുന്ന അമ്മേ. ഇത് കോമായിട്ടിട്ട് നാദം ബിന്ദു തുടങ്ങിയ ശബ്ദ പരിണാമക്രമത്തിൽ പ്രകടഭാവം കൈക്കൊള്ളുന്നവളെ
നാശമില്ലാത്തവളുമായ അമ്മേ. നാശമില്ലാത്തവളുമായ, നാശഹീന എന്നുള്ള അതിന്റെ പദത്തിന്റെ അർത്ഥമായിട്ടത് വരും. നാശ ഇല്ലാത്തവളുമായ അമ്മേ നമസ്കാരം. നാശമില്ലാത്തവളുമായ അമ്മേ നമസ്കാരം. നാരദാദികളായ മഹർഷിമാർ, നാരദർ മുതലായവർ എന്നുള്ള അർത്ഥത്തിൽ, നാരദർ മുതലായ മഹർഷിമാർ, നാരദാദികളായ മഹർഷിമാർ പൂജിക്കുന്ന പാദാരവിന്ദങ്ങൾ ഉള്ളവളെ, നാരദാദി മഹർഷിമാർ പൂജിക്കുന്ന പാദാരവിന്ദങ്ങൾ ഉള്ളവളെ, 4 വേദങ്ങൾക്കും മണിപ്പൂം വിളക്കായി പ്രകാശിക്കുന്നവളെ. 4 വേദങ്ങൾക്കും മണിപ്പൂം വിളക്കായി പ്രകാശിക്കുന്നവളെ. 4 വേദങ്ങൾക്കും മണിപ്പൂം വിളക്കായി പ്രകാശിക്കുന്നവളെ, ബ്രഹ്മവാദികളായവർക്ക് പ്രിയപ്പെട്ടവളായ അമ്മേ. ബ്രഹ്മവാദികളായവർക്ക് പ്രിയപ്പെട്ടവളായ അമ്മേ, നിനക്ക് നമസ്കാരം. നിനക്ക് നമസ്കാരം. അപ്പോൾ ആ 4 വരികളുടെ ഏതാണ്ട് കൂട്ടർത്ഥം വന്നു കഴിഞ്ഞിരിക്കുന്നു. അടുത്തതിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവർക്ക് എഴുതാനുണ്ടോ? പ്രിയപ്പെട്ടവർക്ക് ബ്രഹ്മവാദികളായവർക്ക് പ്രിയപ്പെട്ടവളായ അമ്മേ നിനക്ക് നമസ്കാരം. ആദികളായവർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ ആയിട്ടുള്ള ആദികളായിട്ടുള്ള ദേവന്മാരെ എല്ലാം കൂടെ കൂട്ടിയ ബ്രഹ്മവാദികളായവർക്ക് പ്രിയപ്പെട്ടവളായ അമ്മേ നിനക്ക് നമസ്കാരം. ഓക്കെ. സമസ്ത പ്രപഞ്ചം സൃജിച്ചും ഭരിച്ചും മുദാസംഹരിച്ചും രസിച്ചും രമിച്ചും കളിച്ചും പുളച്ചും മഹാഘോരഘോരം വിളിച്ചും മമാനന്ദദേശേ വസിച്ചു. അതിന്റെ പദാർത്ഥം കൂട്ടർത്ഥം. സമസ്ത പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് ഭരിച്ച് സംഹരിച്ച് സമസ്ത പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് ഭരിച്ച് സംഹരിച്ച് എല്ലാത്തിനും കാരണഭൂതയായി കണ്ടും കേട്ടും നിലകൊള്ളുന്നവളെ എഴുതിയോ? അത്യുച്ചത്തിൽ വിളിച്ചുകൊണ്ടുള്ള അമ്മയുടെ ലീലാവിലാസങ്ങളോടുകൂടി എന്റെ ഹൃദയാകാശത്തിൽ വസിക്കുന്നവളെ. അത്യുച്ചത്തിൽ വിളിച്ചുകൊണ്ടുള്ള അമ്മയുടെ ലീലാവിലാസങ്ങളോടുകൂടി എന്റെ ഹൃദയാകാശത്തിൽ വസിക്കുന്നവളെ. ഓക്കെ, എഴുതിയല്ലോ. അടുത്ത ലൈനിലേക്ക് പോകാം. തെളിഞ്ഞും പറഞ്ഞും തുളുമ്പും പ്രപഞ്ചം തുളഞ്ഞുള്ളിൽ എള്ളോളമുള്ളായിരെന്നും
തിരിഞ്ഞും പിരിഞ്ഞും മഹാനന്ദധാര ചൊരിഞ്ഞും പദാംബോജ ഭക്തർക്ക് നിത്യം. പ്രപഞ്ചത്തിൽ പ്രകാശമായി വ്യവഹരിച്ച് നിൽക്കുന്നത് ആണ് അമ്മ. പ്രപഞ്ചത്തിൽ പ്രകാശമായി വ്യവഹരിച്ചു നിൽക്കുന്നതാണ് അമ്മ. പ്രപഞ്ചത്തിൽ പ്രകാശമായി വ്യവഹരിച്ചു നിൽക്കുന്നതാണ് അമ്മ. എള്ളിൽ എണ്ണ എങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നുവോ, എള്ളിൽ, എള്ളെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, എള്ള്, ആ എള്ളെന്ന് പറയുന്ന ധാന്യത്തില് എള്ളിൽ എണ്ണ എങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത് പോലെ, എള്ളിൽ എണ്ണ എങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത് പോലെ പ്രപഞ്ചത്തിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു. പ്രപഞ്ചത്തിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു. പ്രപഞ്ചത്തിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു. എല്ലാ വശത്തു കൂടിയും മഹാനന്ദധാര അമ്മ നിത്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹാനന്ദധാര, ആനന്ദത്തിന്റെ ധാരയാണ് മഹാനന്ദധാര. ആ മഹാനന്ദധാര നിത്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാ വശത്തു കൂടിയും, അതാണ് തിരിഞ്ഞും പിരിഞ്ഞും എന്ന് പറഞ്ഞ് എൻ്റെ ആ അർത്ഥമാണ് എല്ലാ വശത്തു കൂടിയും വരുന്നത്. എല്ലാ വശത്തു കൂടിയും മഹാനന്ദധാര, ആനന്ദത്തിന്റെ ധാര, മഹാധാര അമ്മ നിത്യവും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മ നിത്യവും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്ത 4 വരിയിലേക്ക് പോകാം. വരുന്നോരു തുമ്പങ്ങളെല്ലാം അറിഞ്ഞും കരിഞ്ഞീട് മാറാവിരാതങ്ക ബീജം കുറഞ്ഞോരു നേരം നനയ്ക്കുന്ന ഭക്തർക്ക് അറിഞ്ഞീല മറ്റുള്ള കൈവല്യ രൂപം. ഭക്തന് വരുന്ന ദുഃഖങ്ങളെ എല്ലാം അറിഞ്ഞ് ദുഃഖകാരണമായ ബീജത്തെ, ദുഃഖത്തിന്റെ ഉത്ഭവത്തെ എന്നാണ് ഇതിന്റെ അർത്ഥം. ദുഃഖകാരണമായ ബീജത്തെ അമ്മ കരിച്ചു കളയുന്നു. ദുഃഖകാരണമായ ബീജത്തെ അമ്മ കരിച്ചു കളയുന്നു. ഭക്തന് വരുന്ന ദുഃഖങ്ങളെ എല്ലാം അറിഞ്ഞ് ദുഃഖകാരണമായ ബീജത്തെ അമ്മ കരിച്ചു കളയുന്നു. കുറച്ചു നേരം അമ്മയെ ധ്യാനിക്കുന്ന ഭക്തന് മോക്ഷം ലഭിക്കും. കുറച്ചുനേരം അമ്മയെ ധ്യാനിക്കുന്ന ഭക്തന് മോക്ഷം ലഭിക്കും. അതിനാൽ മറ്റ് മോക്ഷമാർഗങ്ങൾ അറിഞ്ഞീല. അതാണ്, അമ്മയെ കുറച്ചു നേരം ധ്യാനിക്കുന്ന ഭക്തന് മോക്ഷം ലഭിക്കും. അതിനാൽ മറ്റ് മോക്ഷമാർഗങ്ങൾ അറിഞ്ഞീല. എഴുതിയല്ലോ? നിറഞ്ഞെങ്ങനെ വിശ്വമെല്ലാം ഒരു പോലറം ചുറ്റുമില്ലാതെ വാണും ചിരന്നാൾ കഴിഞ്ഞാലും ഇല്ലൊരു നാശം കുറഞ്ഞെന്നറിഞ്ഞിടുവാൻ അടിഞ്ഞിടുവരായി അഹോ ഘോരരൂപം. നിറഞ്ഞങ്ങനെ വിശ്വമെല്ലാം ഒരു പോലറം ചുറ്റുമില്ലാതെ വാണും ചിരന്നാൾ കഴിഞ്ഞാലും ഇല്ലൊരു നാശം കുറഞ്ഞെന്നറിഞ്ഞിടരായുന്ന അഹോ ഘോരരൂപം. വിശ്വപ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന
വിശ്വപ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന തെല്ലുപോലും നാശമില്ലാതെ നിത്യമായി വാഴുന്ന അമ്മേ, തെല്ലുപോലും നാശമില്ലാതെ നിത്യമായി വാഴുന്ന അമ്മേ എന്നെന്നും വാഴുക. നിത്യമായി വാഴുന്ന അമ്മേ എന്നെന്നും വാഴുക. എത്ര നാൾ കഴിഞ്ഞാലും അമ്മയ്ക്ക് ഒരു നാശവും ഒന്നിട്ട് പറയാം. വിശ്വപ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന തെല്ലുപോലും നാശമില്ലാതെ നിത്യമായി വാഴുന്ന അമ്മേ, തെല്ലുപോലും നാശമില്ലാതെ നിത്യമായി വാഴുന്ന അമ്മേ എന്നെന്നും വാഴുക. നിത്യമായി വാഴുന്ന അമ്മേ എന്നെന്നും വാഴുക. എത്ര നാൾ കഴിഞ്ഞാലും അമ്മയ്ക്ക് ഒരു നാശവും സംഭവിക്കില്ല. എത്ര നാൾ കഴിഞ്ഞാലും അമ്മയ്ക്ക് ഒരു നാശവും സംഭവിക്കില്ല. എത്ര നാൾ കഴിഞ്ഞാലും ഒരു നാശവും സംഭവിക്കില്ല. ആശ്ചര്യമായിരിക്കുന്ന ആ ഘോരരൂപത്തെ കുറച്ചെങ്കിലും അറിയാൻ കഴിഞ്ഞാൽ മഹാഭാഗ്യം. ആ ഘോരരൂപത്തെ, ആശ്ചര്യമായിരിക്കുന്ന ആ ഘോരരൂപത്തെ കുറച്ചെങ്കിലും അറിയാൻ കഴിഞ്ഞാൽ മഹാഭാഗ്യം. മറഞ്ഞിടുമോ വിശ്വമെല്ലാം ഇതെന്നോർത്തറിഞ്ഞിടുവാൻ ശക്തരാരുള്ളു ലോകെ. മഹാദിവ്യ ദേവേശ ഗൗരീശ ശംഭോ മഹാമായ നിൻ വൈഭവം ചിന്തനീയം. വിശ്വപ്രപഞ്ചവും മായയാൽ മറഞ്ഞിരിക്കുന്നതാണെന്ന് വിശ്വപ്രപഞ്ചവും മായയാൽ മറഞ്ഞിരിക്കുന്നതാണെന്ന് അറിയുവാൻ ശക്തരായി ആരെങ്കിലും ലോകത്തുണ്ടോ? മഹാദിവ്യനായി ദേവന്മാരുടെ ഈശ്വരനായി ഇരിക്കുന്ന ശിവഭഗവാനെ, മഹാദിവ്യനായി ദേവന്മാരുടെ ഈശ്വരനായി ഇരിക്കുന്ന ശിവഭഗവാനെ, ഈ മഹാമായ അവിടുത്തെ വൈഭവമാണ്. മഹാദിവ്യനായി ദേവന്മാരുടെ ഈശ്വരനായിരിക്കുന്ന ശിവഭഗവാനെ, ഈ മഹാമായ അവിടുത്തെ വൈഭവമാണ്. ഇത് ചിന്തിക്കേണ്ടതാണ്. മഹാവൈഭവമാണ്, ചിന്തിക്കേണ്ടതാണ്. ഈ മഹാമായ അവിടുത്തെ വൈഭവമാണ്, ഇത് ചിന്തിക്കേണ്ടതാണ്. മഹാദിവ്യനായി ദേവന്മാരുടെ ഈശ്വരനായിരിക്കുന്ന ശിവഭഗവാനെ, ഈ മഹാമായ അവിടുത്തെ വൈഭവമാണ്, ഇത് ചിന്തിക്കേണ്ടതാണ്. അടിക്കുള്ളു തോണ്ടിപ്പറിച്ചമ്പരാന്തം നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്കിങ്ങടക്കം കൊടുപ്പാനിടം പെട്ടിരിക്കും എടക്കം വിളിത്തെല്ലുമെല്ലും വിലോലം. ഭൂമിയുടെ അടിഭാഗം ഇളക്കി മറിച്ച് ആകാശത്തോളം നടുക്കം കൊടുക്കുന്ന
ഭൂമിയുടെ അടിഭാഗം ഇളക്കി മറിച്ച് ആകാശത്തോളവും നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്ക്, ആകാശത്തോളവും നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്ക്, ബ്രാക്കറ്റിൽ ഗംഗയ്ക്കെന്ന് എഴുതാം, ഗംഗയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഭൂമിയുടെ അടിഭാഗം ഇളക്കി മറിച്ച് ആകാശത്തോളവും നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്ക്, ബ്രാക്കറ്റിൽ ഗംഗയ്ക്ക് അടക്കം കൊടുക്കുന്ന, അടക്കം കൊടുക്കുന്ന സ്ഥലമാണ്, അഥവാ ഇടമാണ്, അടക്കം കൊടുക്കുന്ന സ്ഥലമാണ് അഥവാ ഇടമാണ് അർദ്ധനാരീശ്വരന്റെ ജഡ. ആകാശത്തോളവും നടുക്കം കൊടുക്കുന്ന, ഭൂമിയുടെ അടിഭാഗം ഇളക്കി മറിച്ച് ആകാശത്തോളവും നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്ക് അഥവാ ഗംഗയ്ക്ക് അടക്കം കൊടുക്കുന്ന സ്ഥലമാണ്, ഇടമാണ് അർദ്ധനാരീശ്വരന്റെ ജഡ. ആ ജഡയെ അമ്പിളിയും കപാലവുമുണ്ട്. ആ ജഡയിൽ അമ്പിളിയും കപാലവുമുണ്ട്. കപാലം എന്ന് വെച്ചാൽ തലയോട്ടി എന്നാണ്. കപാലവുമുണ്ട്, അമ്പിളിയും കപാലവുമുണ്ട്. അടുത്ത ലൈനിലേക്ക് പോവാം. ചലദ്ഭംഗമന്ദാരമാണിക്യമാല വിലയ്ക്കപ്പുറത്തുള്ള രത്നം പതിച്ചുജ്വലിച്ചുത്തരംഗീകൃതം പൊൻകിരീടം പരം പഞ്ചമിചന്ദ്രനും തോറ്റുപോയി. വെള്ളത്തിന്റെ ചലനത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന മന്ദാര മാണിക്യമാലകളാകുന്ന കുമിളകൾ, മന്ദാരമാണിക്യമാലകളാകുന്ന കുമിളകൾ കോമ വിലമതിക്കാനാവാത്ത രത്നം പതിച്ചും പ്രശോഭിച്ച് പ്രകാശിക്കുന്നതാണ് അമ്മയുടെ പൊൻകിരീടം. വെള്ളത്തിന്റെ ചലനത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന മന്ദാര മാണിക്യമാലകളാകുന്ന കുമിളകൾ വിലമതിക്കാനാവാത്ത രത്നം പതിച്ച് പ്രശോഭിച്ച് പ്രകാശിക്കുന്നതാണ് അമ്മയുടെ പൊൻകിരീടം. അടുത്തത് വെളുത്ത പക്ഷത്തിൽ 5-ാം ദിനം കാണുന്ന ചന്ദ്രനാണ് പഞ്ചമി ചന്ദ്രൻ. വെളുത്ത പക്ഷത്തിൽ 5-ാം ദിനം കാണുന്ന ചന്ദ്രൻ പഞ്ചമി ചന്ദ്രൻ. ആ പഞ്ചമി ചന്ദ്രനും തോറ്റുപോയി. അപ്പൊ പഞ്ചമിചന്ദ്രനെ പോലും തോൽപ്പിക്കുന്നതാണ് അമ്മയുടെ പൊൻകിരീടം. അതാണ് അതിന്റെ ഒരു ഉപമ പറഞ്ഞിരിക്കുന്നത്. വെളുത്ത പക്ഷത്തിൽ 5-ാം ദിനം കാണുന്ന ചന്ദ്രനെയാണ് പഞ്ചമിചന്ദ്രൻ എന്ന് പറയുന്നത്. ആ പഞ്ചമിചന്ദ്രനും തോറ്റുപോയി.
ഓക്കെ, അടുത്ത ലൈനിലേക്ക് പോവാം. തിരയ്ക്കപ്പുറം കുറ്റമില്ലെന്നു തേറി തിറം വിട്ട് കപ്പം കൊടുക്കുന്ന നെറ്റിക്കുറിക്കുള്ളിൽ വീണാഴി ഏഴാമരഞ്ഞാണരയ്ക്കന്നകം ചേർത്തു മുർവീമണാളൻ. അമ്മ ലോകമാകുന്ന സ്റ്റേജിൽ നടനമാടുകയാണ്. അമ്മ ലോകമാകുന്ന സ്റ്റേജിൽ നടനമാടുകയാണ്. തിരശീലയ്ക്കപ്പുറം ചെന്നാലും തിരശീലയ്ക്കപ്പുറം ചെന്നാലും തിരശീലയ്ക്ക് അപ്പുറം ചെന്നാലും ഒരു മാറ്റവുമില്ലാതെ നിൽക്കുന്നു. ഒരു മാറ്റവുമില്ലാതെ നിൽക്കുന്നു. തിരശീലയ്ക്ക് അപ്പുറം ചെന്നാലും ഒരു മാറ്റവുമില്ലാതെ നിൽക്കുന്നു. അഹങ്കാരം വിട്ടിട്ട് ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്നു. അഹങ്കാരം വിട്ടിട്ട് കപ്പം കൊടുക്കുന്ന, അഹങ്കാരം വിട്ടിട്ട് കപ്പം കൊടുക്കുന്ന, ബ്രാക്കറ്റിൽ എഴുതാം നികുതി കൊടുക്കുക. കപ്പം എന്ന് വെച്ചതിന്റെ അർത്ഥം നികുതി എന്ന. അഹങ്കാരം വിട്ടിട്ട് കപ്പം കൊടുക്കുന്ന, അഹങ്കാരം വിട്ടിട്ട് കപ്പം കൊടുക്കുന്ന, കപ്പം എന്ന് വെച്ചാൽ നികുതി എന്നാണ് അർത്ഥം. അഹങ്കാരം വിട്ടിട്ട് കപ്പം കൊടുക്കുന്ന നെറ്റിയാണ് അമ്മയുടേത്. അഹങ്കാരം വിട്ടിട്ട് കപ്പം അഥവാ നികുതി കൊടുക്കുന്ന നെറ്റിയാണ് അമ്മയുടേത്. മേസ്ത്രിയോട് പറയണേ അവിടെ നിന്ന് ഇരിക്കാൻ. ഞാൻ എഴുതിയോ? ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നുള്ള അർത്ഥത്തിലാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അമ്മയുടെ നെറ്റിക്കുറിക്കുള്ളിൽ വീണ് കിടക്കുന്നു. അമ്മയുടെ നെറ്റിക്കുറിക്കുള്ളിൽ വീണ് കിടക്കുന്നു. നെറ്റിക്കുറി എന്നുള്ളതിന് അർത്ഥം വരുന്നത് സംസാര സമുദ്രം എന്നാണ്. നെറ്റിക്കുറി എന്നുള്ളതിന്റെ അർത്ഥം വരുന്നത്. അത് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. നെറ്റിക്കുറി സംസാര സമുദ്രം. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ അമ്മയുടെ നെറ്റിക്കുറിക്കുള്ളിൽ വീണ് കിടക്കുന്നു. ഭൂമിദേവിക്ക് ഏഴ് സമുദ്രങ്ങളും ഭൂമിദേവിക്ക് 7 സമുദ്രങ്ങളും അരഞ്ഞാണായി നിലകൊള്ളുന്നു. ഭൂമിദേവിക്ക് 7 സമുദ്രങ്ങളും അരഞ്ഞാണായി നിലകൊള്ളുന്നു. ഭൂമിദേവിക്ക് 7 സമുദ്രങ്ങളും അരഞ്ഞാണായി നിലകൊള്ളുന്നു. അങ്ങനെയുള്ള അരഞ്ഞാൺ ഭൂമിദേവിയുടെ ഭർത്താവായ വിഷ്ണു ചാർത്തുന്നു. ഭൂമിദേവിയുടെ ഭർത്താവായ അങ്ങനെയുള്ള അരഞ്ഞാൺ ഭൂമിദേവിയുടെ ഭർത്താവായ വിഷ്ണു ചാർത്തുന്നു. അടുത്ത ലൈനിലേക്ക് പോകാം. മഹാദേവനും ബ്രഹ്മനും മുമ്പരായോരഹോമായയിൽ പെട്ടിരിക്കുന്നു ചിത്രം. മഹാത്മാക്കളായുള്ളവർക്കും നിനച്ചാൽ മഹാമായ നിൻ വൈഭവം കിന്തരണ്യം. മഹാദേവനും ബ്രഹ്മനും വിഷ്ണുവും എല്ലാം അമ്മയുടെ മായയിൽപ്പെട്ടിരിക്കുന്നു. മഹാദേവനും ബ്രഹ്മനും വിഷ്ണുവും എല്ലാം അമ്മയുടെ മായയിൽപ്പെട്ടിരിക്കുന്നു.
ആശ്ചര്യം മഹാത്മാക്കളായുള്ളവർക്കും ഉള്ളവർക്ക്, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ ഉദ്ദേശിച്ചാണ്. മഹാത്മാക്കളായുള്ളവർക്കും അമ്മയുടെ മഹാമായ തരണം ചെയ്യാൻ പറ്റാത്തതാണ്. മഹാദേവനും ബ്രഹ്മനും വിഷ്ണുവും എല്ലാം അമ്മയുടെ മഹാമായയിൽപ്പെട്ടിരിക്കുന്നു. ആശ്ചര്യം മഹാത്മാക്കളായുള്ളവർക്കും അമ്മയുടെ മഹാമായ തരണം ചെയ്യാൻ പറ്റാത്തതാണ്. അനങ്കന്റെ പൂവില്ലി നല്ലൽപ്പെടുത്തും കുനിച്ചില്ലി വല്ലി കൊടിത്തെല്ലുതെല്ലി അനങ്കന്നു മങ്കത്തിലേറ്റാൽ ഒഴിച്ചൂടനങ്ങാതെ പോയൻ അടങ്ങുന്നതേ നൽ. കാമദേവന്റെ പൂവില്ലിന് ദുഃഖമുണ്ടാക്കുന്നതാണ് അമ്മയുടെ പുരികപ്പൊടികൾ. 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 ആ പുരികക്കൊടികൾ കൊണ്ടുള്ള തല്ല് ചെറുതായി കാമദേവന്റെ ശരീരത്തിൽ ഏൽക്കാതെ കാമദേവന്റെ ശരീരത്തിൽ ഏൽക്കാതെ പുരികക്കൊടികൾ കൊണ്ട് തല്ല് ചെറുതായി കാമദേവന്റെ ശരീരത്തിൽ ഏൽക്കാതെ ഒഴിഞ്ഞു മാറി അടങ്ങിയിരിക്കുകയാണ് നല്ലത്. എഴുതിയല്ലോ? എല്ലാവരും എഴുതിയല്ലോ? ഓക്കെ സാർ. ഓക്കെ. ഇനി നമുക്ക് അവിടെ വരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഇനിയിപ്പോൾ പറയുന്നത് നിങ്ങളെ മനസ്സിലാക്കുക, പറയുന്നതിന്റെ അർത്ഥവും കൂടെ പറയും, അപ്പോൾ തന്നെ അതങ്ങ് എഴുതിയെടുക്കുക. അതല്ലെങ്കിൽ പിന്നെ ഞാൻ ആവർത്തിക്കേണ്ടി വരും. അപ്പോൾ ഞാനത് 2-3 ആവർത്തിച്ച് പറഞ്ഞത് നിങ്ങൾ അർത്ഥം എഴുതുമെന്ന് കരുതിയാണ്. അപ്പോൾ ഇനി പറയുന്നത് ശ്രദ്ധിക്കുക, എന്നിട്ട് അതിന്റെ അർത്ഥവും കൂടി അപ്പോൾ തന്നെ എഴുതിയെടുക്കുക. അപ്പോൾ നമുക്ക് പിന്നെ അതിനെ വീണ്ടും ആവർത്തിക്കേണ്ടി വരില്ല. ഓക്കെ. പദത്താർ ഭജിക്കുന്നവർക്കുള്ളൊരത്തൽ പദത്തെ കൊടുപ്പാൻ അതേ ചില്ലി രണ്ടും വശത്താക്കി വച്ചെപ്പോഴും മിന്നുന്നതും കണ്ണിണ പങ്കജപ്പൂവിലോലും. പദത്താർ ഭജിക്കുന്നവർക്കുള്ളൊരത്തൽ പദത്തെ കൊടുപ്പാൻ അതേ ചില്ലി രണ്ടും. അതായത് ഭക്തരുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ, അതാണ് പദത്താർ ഭജിക്കുന്നവർക്ക്. അത് ഭക്തന്മാരെയാണ്. പദത്താർ ഭജിക്കുന്നവർക്ക് ഉള്ളൊരു അത്തൽ എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾ. അപ്പം ഭക്തന്മാരുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ അമ്മയുടെ അതേ ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. അതേ ചില്ലി രണ്ടും. അതായത് ഏതാണ്? മുമ്പ് നമ്മൾ പറഞ്ഞ കാമദേവന്റെ ശരീരത്തിൽ ഏറ്റാൽ കാമദേവന് അപകടമുണ്ടാകുന്ന തരത്തിലുള്ള ആ ചില്ലിവല്ലി തന്നെയാണ് ഭക്തന്മാർക്കുള്ള ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ അമ്മ ഉപയോഗിക്കുന്ന ആ ചില്ലിവല്ലിക്കൊടി തന്നെ മതി. അതാണ് പദത്താർ ഭജിക്കുന്നവർക്കുള്ളൊരത്തൽ പദത്തെ കെടുപ്പാൻ പദത്തെ കെടുപ്പാൻ അതേ ചില്ലി രണ്ടും. അപ്പോ ആ ഭക്തന്മാരുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കുവാൻ അമ്മയുടെ അതേ ചില്ലിവല്ലി കൊടി തന്നെ മതി എന്നാണ് അതിന്റെ അർത്ഥം. അതെഴുതിക്കോളൂ.
ഭക്തരുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കുവാൻ അമ്മയുടെ അതേ ചില്ലിവല്ലിക്കൊടി തന്നെ മതി. പദത്താർ ഭജിക്കുന്നവർക്കുള്ളൊരത്തൽ പദത്തെക്കെടുപ്പാൻ അതേ ചില്ലി രണ്ടും വശത്താക്കി വച്ചപ്പോഴും മിന്നി മിന്നുന്നതും കണ്ണിണ പങ്കജപ്പൂവിലോലും. ആ ചില്ലിവല്ലികളെ, ആ പുരികക്കൊടികളെ എഴുതിക്കോളൂ. ആ ചില്ലിവല്ലികളെ അഥവാ പുരികക്കൊടികളെ, ആ ചില്ലിവല്ലികളെ ബ്രാക്കറ്റിൽ പുരികക്കൊടികളെ, ചില്ലിവല്ലി എന്ന് പറഞ്ഞാൽ പുരികക്കൊടി എന്നുള്ള അർത്ഥമാണ്. പുരികക്കൊടികളെ അമ്മ വശത്താക്കി വച്ചിരിക്കുന്നു. അമ്മ വശത്താക്കി വച്ചിരിക്കുന്നു. വശത്താക്കി വെക്കുക എന്ന് വെച്ചാൽ അമ്മ ആവശ്യാനുസരണം അതിനെ പ്രയോഗിക്കാൻ കഴിയുന്ന രീതിയിലാക്കി വെക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതാണ് വശത്താക്കി വച്ചിരിക്കുന്നത്. അത് ആ ചില്ലിവല്ലികളെ അഥവാ പുരികക്കൊടികളെ അമ്മ വശത്താക്കി വച്ചിരിക്കുന്നു. അത് കൊള്ളിമീൻ പോലെ മിന്നുന്നതാണ്. കൊള്ളിമീൻ പോലെ മിന്നുന്നതാണ്. ഇടിമിന്നൽ പോലെ മിന്നുന്ന, അത് കൊള്ളിമീൻ പോലെ മിന്നുന്നതാണ്. കൊള്ളിമീൻ പോലെ മിന്നുന്നതാണ്. വശത്താക്കി വെച്ചപ്പോഴും മിന്നി മിന്നുന്നതും കണ്ണിണ പങ്കജപ്പൂവിലോലും. കണ്ണിണ പങ്കജപ്പൂവിലോലും. കണ്ണിണകളാകുന്ന, എഴുതിക്കോ, കണ്ണിണകളാകുന്ന താമരപ്പൂവിൽ നിന്നും, കണ്ണിണകളാകുന്ന താമരപ്പൂവിൽ നിന്നും ഒഴുകി വരുന്ന, ഇതാണ് ലോലും. കണ്ണിണ പങ്കജപ്പൂവിലോലും. കണ്ണിണകളാകുന്ന പങ്കജപ്പൂവിൽ നിന്ന് ഒഴുകി വരുന്ന. ഇവിടെ നിർത്താം. അടുത്ത വരിയിലേക്ക് കിടക്കാം. കൃപത്തേൻ കണക്കൺകണം മാറി ചേർത്താർത്തി പോക്കും കടക്കണ്ണു രണ്ടിങ്കലും വിമ്മി വിമ്മി തിടുക്കന്നു പായുന്ന കല്ലോലിനിക്കും പടുത്തം കൊടുക്കുന്ന. കൃപത്തേൻ കൺകണം മാറി ചേർത്താർത്തി പോക്കും കടക്കണ്ണു രണ്ടിങ്കലും വിമ്മി വിമ്മി തിടുക്കന്നു പായുന്ന കല്ലോലിനിക്കും പടുത്തം കൊടുക്കുന്നൊരു. അപ്പൊ കണ്ണിണ പങ്കജപ്പൂവിൽ നിന്നും ഒഴുകി വരുന്ന, ഞാൻ എഴുതാനല്ല, കണ്ണിണകളാകുന്ന താമരപ്പൂവിൽ നിന്നും ഒഴുകി വരുന്ന ആ കൃപത്തേൻ. കൃപത്തേൻ എന്ന് വെച്ചാൽ കാരുണ്യ കടാക്ഷം. കൃപത്തേൻ കൺകണം, കൃപത്തേൻ ഒഴുകി വരുന്ന കൃപത്തേൻ കണം, ആ കാരുണ്യ കടാക്ഷം സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കും. നിറഞ്ഞ തുളുമ്പി പെട്ടെന്ന് പായുന്ന ആ കൃപാ കടാക്ഷം വേഗത്തിൽ ഒഴുകുന്ന കല്ലോലിനിക്ക് സാമർത്ഥ്യം കൊടുക്കുന്നതാണ്. അതാണ് കൃപത്തേൻ കൺകണം. ഹലോ, ഇല്ല പറഞ്ഞോ. കൃപത്തേൻ കൺകണം മാരി ചേർത്താർത്തി പൊക്കും കടക്കണ്ണ് രണ്ടിങ്കലും വിമ്മി വിമ്മി തിടുക്കുന്നു പായുന്ന കല്ലോലിനിക്കും പടുത്തം കൊടുക്കുന്ന. എഴുതിക്കോളൂ. മഴ പോലെ ഒഴുകി വരുന്ന, മഴ പോലെ ഒഴുകി വരുന്ന കൃപത്തേൻ കണം, കാരുണ്യ കടാക്ഷം. കൃപത്തേൻ കണം, മഴ പോലെ ഒഴുകി വരുന്ന കൃപത്തേൻ കണം ബ്രാക്കറ്റില് കാരുണ്യ കടാക്ഷം സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കും. അമ്മയുടെ കണ്ണിൽ നിന്ന് ഒഴുകി വരുന്ന കൃപത്തേൻ കൺകണം, അതായത് കാരുണ്യ കടാക്ഷം സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കും. നിറഞ്ഞു തുളുമ്പി പെട്ടെന്ന് പായുന്ന, കൃപത്തേൻ ബ്രാക്കറ്റിൽ കൃപാ കടാക്ഷം സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കും. നിറഞ്ഞു തുളുമ്പി പെട്ടെന്ന് പായുന്ന കൃപത്തേൻ, കൃപാ കടാക്ഷം വേഗത്തിൽ ഒഴുകുന്ന കല്ലോലിനിക്ക് സാമർത്ഥ്യം കൊടുക്കുന്നതാണ്.
വേഗത്തിൽ ഒഴുകുന്ന കല്ലോലിനിക്ക് സാമർത്ഥ്യം കൊടുക്കുന്നതാണ്. അപ്പൊ പടുത്തം കൊടുക്കുക, സാമർത്ഥ്യം കൊടുക്കുക. പടുത്തം എന്നുള്ള അതിന്റെ അർത്ഥമാണ് സാമർത്ഥ്യം കൊടുക്കുന്നതാണ്. ആനന്ദവാരിക്കടക്കരപ്പാത ഭക്ത പ്രയുക്ത സുതന്ത്രോത്ര സംഗീത നൃത്തങ്ങളും തൃച്ചെവിക്കൊണ്ടു നിൽക്കുന്ന കർണങ്ങളിൽ പൊന്മണിക്കുണ്ടലം. ആനന്ദവാരിക്കടൽ കക്കരപ്പാത ഭക്ത പ്രയുക്ത ശ്രുതം സ്വോത്ര സംഗീത നൃത്തങ്ങളും തൃച്ചെവിക്കൊണ്ടു നിൽക്കുന്ന കർണങ്ങളിൽ പൊന്മണിക്കുണ്ടലം. ആനന്ദക്കടലിന് അക്കരെ നിൽക്കുന്ന അമ്മയുടെ പാദഭക്തർ പ്രയോഗിക്കുന്ന, ആനന്ദക്കടലിന് അക്കരെ നിൽക്കുന്ന അമ്മയുടെ പാദഭക്തർ പ്രയോഗിക്കുന്ന വേദമന്ത്രങ്ങളും കീർത്തനങ്ങളും സംഗീത നൃത്തങ്ങളും അമ്മ തൃച്ചെവിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയാം, ആനന്ദക്കടലിന് അക്കരെ നിൽക്കുന്ന അമ്മയുടെ പാദഭക്തർ പ്രയോഗിക്കുന്ന വേദമന്ത്രങ്ങളും കീർത്തനങ്ങളും സംഗീത നൃത്തങ്ങളും അമ്മ തൃച്ചെവിക്കൊണ്ട് നിൽക്കുകയാണ്. അതായത് കേട്ട് രസിച്ചു നിൽക്കുകയാണെന്ന് ബ്രാക്കറ്റിൽ എഴുതാം. അമ്മ തൃച്ചെവിക്കൊണ്ട് നിൽക്കുകയാണ്, കേട്ട് രസിച്ചു നിൽക്കുകയാണ്. അപ്പോൾ വേദമന്ത്രങ്ങള്, സംഗീത നൃത്തങ്ങള്, അമ്മയെ പാടിപ്പുകഴ്ത്തുന്ന, അമ്മയെ ഭക്തി പുരസ്സരം നമ്മള് ചെയ്യുന്ന കർമ്മങ്ങളാണ് സംഗീതവും നൃത്തങ്ങളും സ്തോത്രങ്ങളും സ്തുതങ്ങളും എല്ലാം അമ്മയെ നമ്മൾ സ്തുതിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെല്ലാം അമ്മ തൃച്ചെവിക്കൊണ്ട് കേട്ട് രസിച്ചു നിൽക്കുകയാണ്. അപ്പൊ നമ്മളത് എത്രത്തോളം നമുക്ക് അത്തരം ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ, വേദമന്ത്രങ്ങളെ, കീർത്തനങ്ങളെ, സംഗീതങ്ങളെ ഒക്കെ ഉച്ചത്തില് നമ്മൾ ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ അമ്മ അത് എല്ലാം തൃച്ചെവിക്കൊണ്ട് നിൽക്കുകയാണ്. അമ്മ അതെല്ലാം കേട്ട് രസിച്ചു നിൽക്കുകയാണ്. എഴുതിയല്ലോ. അങ്ങനെയുള്ള അമ്മയുടെ കാതുകളിൽ അണിഞ്ഞിരിക്കുന്നത് രത്നം പതിച്ച സ്വർണകുണ്ടലങ്ങളാണ്. ഇതെല്ലാം അമ്മയുടെ ആ അംഗലാവണ്യങ്ങളില് ഉള്ള വർണ്ണനയും അലങ്കാരങ്ങളാണ്, പദാതികേശ അലങ്കാരങ്ങളും ആണ് നമ്മളെ ഇവിടെ വർണ്ണിക്കുന്നത്. അതുകൊണ്ടാണ് അമ്മയുടെ സ്വർണകുണ്ടലങ്ങൾ, രത്നം പതിച്ച സ്വർണകുണ്ടലങ്ങളാണ് അണിഞ്ഞിരിക്കുന്നത് കാതുകൾ. അടുത്തവരിലേക്ക് പോകാം. കൊണ്ടൊളിപ്പെട്ടു പൊങ്ങും ഘണിക്കങ്കിതം കണ്ട കണ്ണാടിയും നന്മണിച്ചമ്പരത്തി പ്രസൂനം നമിക്കും മണിച്ചുണ്ടു രണ്ടിന് മുള്ളായി വിളങ്ങും പളുങ്കൊത്ത പൽപ്പത്തി മുത്തുപ്പടത്തിൻ. കൊണ്ടൊളിപ്പെട്ടു പൊങ്ങും ഘണിക്കങ്കിതം കണ്ട കണ്ണാടിയും നന്മണിച്ചമ്പരത്തി പ്രസൂനം നമിക്കും മണിച്ചുണ്ടു രണ്ടിന് മുള്ളായി വിളങ്ങും പളുങ്കൊത്ത പൽപ്പത്തി മുത്തുപ്പടത്തിന്. ആ അമ്മ ധരിച്ചിരിക്കുന്ന കുണ്ടലങ്ങളിൽ നിന്നും നമസ്തേ പറഞ്ഞോളൂ. സമയപരിധി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ലൈന് അടുത്ത ദിവസത്തേക്ക് നമുക്ക് മാറ്റാം. നമ്മുടെ സമയം ഇപ്പോൾ ആയിരിക്കുകയാണ്. അപ്പോ എല്ലാവർക്കും ഗുരുദേവ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഓക്കെ. വളരെ നന്ദി ശ്രീ ബിനു സാറ്. ഇത്രയും സമയം കാളി നാടകം എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മളോട് സംസാരിച്ചത് ശ്രീനാരായണ ധർമ്മ പ്രഭാഷകനുമായ ശ്രീ ബിനു പുതുപ്പള്ളി അവറുകളാണ്. അദ്ദേഹത്തിന് കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ പേരിലും അദ്ദേഹത്തെ ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. കളി നാടകത്തിന്റെ 2ാമത്തെ ക്ലാസ്സാണ് നാം ഇപ്പോൾ സംബന്ധിച്ചത്. അടുത്ത ക്ലാസ് തുടരുന്നതായിരിക്കും. സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് പര്യവസാനിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥന ചൊല്ലുന്നത് കാശിനാഥ് രമേശ്. കാശിനാഥ്, സമർപ്പണ പ്രാർത്ഥനയ്ക്കുള്ള സമയമായി. കാശിനാഥ്. ഓം കായേന വാചാം ബുദ്ധ്യാത്മനാ വാ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത്നാരായണ ഗുരുർനമസ്തു. നമസ്തേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ പര്യവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഈ ഗ്രൂപ്പ് ലിങ്കിൽ നിന്ന് പുറത്തേക്ക് പോകാവുന്നതാണ്. നമസ്തേ. നമസ്തേ.